نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف لا حول ولا قوة إلا بالله العلي العظيم ودفعت عني السوء بألف لا حول ولا قوة إلا بالله العلي العظيم ودفعت عني السوء بألف لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد قال الله عز وجل يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم مولاي صل وسلم دائما أبدا ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ വേദിയിലിരിക്കുന്ന അരിപ്ര ഉസ്താദ്, അതുപോലെ മുഹ്സിൻ മാസ്റ്റർ അടക്കമുള്ള സൽമാൻ ഫൈസി ഉസ്താദ് അടക്കമുള്ള നേതാക്കളെ, സമസ്തയുടെ SKSSF-ന്റെ കർമ്മധീരരായ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ആദർശം അമാനത്താണ് എന്ന സുചിന്തിതമായ ഒരു പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SKSSF-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഹ്വാനം പ്രകാരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശീർവാദത്തോടുകൂടെ കേരളത്തിനകത്തും പുറത്തും വളരെ വ്യാപകമായ ക്യാമ്പയിൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടും കാലിക പ്രസക്തമായ ഒരു പ്രമേയമാണ് ആദർശം അമാനത്താണ് എന്നത്. ഈ ക്യാമ്പയിൻ കാലയളവിൽ മാത്രമല്ല, ഒരു സത്യവിശ്വാസിയുടെ ജീവിതാന്ത്യം വരെ, അതല്ലെങ്കിൽ ഇലാ യൗമിൽ ഖിയാമ, സർവകാലിക പ്രസക്തമാണ് ആദർശം അമാനത്താണ് എന്ന ചിന്തോദ്ദീപകമായ ഈ പ്രമേയം. ആദർശം എന്നത് അത് നമ്മുടെ ഈമാനാണ്. ആ ഈമാനിനെ സംരക്ഷിക്കുക എന്നത് അമാനത്താണ്, നമ്മുടെ ബാധ്യതയാണ്. ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും പ്രയാസങ്ങളും പല വിധത്തിലുള്ള തടസ്സങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുമ്പോഴൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ ആപ്തവാക്യത്തെ, അടിസ്ഥാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഇസ്ലാമിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം പഠിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അതിനുശേഷം വന്ന സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തബഉ താബിഈകളുടെയും മദ്ഹബിന്റെ ഇമാമുമാരുടെയും അതിനുശേഷം വന്ന അഇമ്മത്തു മശായിഖുമാരുടെയും ഒക്കെ കാലഘട്ടത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികൾ,
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ പരിശുദ്ധമായ ആദർശത്തെ ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധികളെ വകഞ്ഞുമാറ്റി ശത്രുക്കളുടെ ക്രൂരമായ ആക്രമണങ്ങൾക്കിടയിലും ശത്രുക്കളുടെ അതിനിഷ്ഠൂരമായ പ്രതിരോധങ്ങൾക്കിടയിലും പരിത്യാഗം ചെയ്തുകൊണ്ടാണ് ഈ ആദർശത്തെ നമ്മുടെ പ്രപിതാക്കളായ മുൻഗാമികൾ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ നമ്മുടെ മുമ്പേ കടന്നുപോയ മഹാന്മാർ വരെയുള്ളവർ നമുക്ക് ഇതിനെ സംരക്ഷിച്ചു കാണിച്ചു തന്നത്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിശുദ്ധമായ ആദർശത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചപ്പോഴാണ് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കായ ശരീരത്തിലേക്ക് ശത്രുക്കൾ കൊണ്ടുവന്നിട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ ആദർശത്തെ ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിലാണ്. പരിശുദ്ധരായ സ്വഹാബത്ത് നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ആശയത്തെ മുറുകെ പിടിച്ചതിന്റെ പേരിലാണ്. മഹാന്മാരായ ഇമാമുമാർ അന്നത്തെ ഭരണാധികാരികളുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാവുകയും ജയിലിൽ അകപ്പെടുകയും അതിന്റെ പേരിൽ മരണമടയുകയും ചെയ്ത ഇമാമുമാരുടെ ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയും. അഥവാ നമ്മുടെ ഈമാനിനെ ഏത് പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലും അതിനെ സംരക്ഷിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന വിധത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുന്ന, ദീനിന്റെ നിയമ സംഹിതകളെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന, അതനുസരിച്ച് ക്ഷമിച്ചു ജീവിക്കുന്നവർ അവർ കത്തിജ്വലിക്കുന്ന തീക്കട്ട കയ്യിൽ പിടിച്ചു നടക്കുന്നവരെ പോലെയായിരിക്കും. അഥവാ അസ്വസ്ഥതകൾ ഉണ്ടാകും, ട്രോളുകൾ ഉണ്ടാകും, ആക്ഷേപങ്ങൾ ഉണ്ടാകും, ആരോപണങ്ങൾ ഉണ്ടാകും, ഇല്ലാ കഥകൾ ഉണ്ടാക്കി അവരെ സമൂഹ മധ്യത്തിൽ താറടിക്കാനുള്ള വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണത്. നമുക്കറിയാമല്ലോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഈ ആദർശം ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് മാറ്റി നിർത്താവതല്ല. മഹാനായ ഖുദ്സിന്റെ നായകൻ സുൽത്താൻ സലാഹുദ്ദീനുൽ അയ്യൂബി റളിയല്ലാഹു അൻഹു, ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പരിശുദ്ധ ഇസ്ലാമിന്റെ ധ്വജം പിടിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിനു നേരെ ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ, ക്രൂസൈഡ് വാർ എന്ന പേരിൽ അറിയപ്പെട്ട, കുരിശ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ട ദീർഘകാലം നീണ്ടുനിന്ന ആ യുദ്ധങ്ങളുടെ കാലം മഹാനായ സുൽത്താൻ സലാഹുദ്ദീനുൽ അയ്യൂബി റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്തത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഭദ്രതയെ കാത്തു സൂക്ഷിക്കുകയാണ്. ശ്രദ്ധിക്കണേ, ആഭ്യന്തരമായ ഒരു ഭദ്രത നമുക്കുണ്ടാകണം, സംഘടനാപരമായ ഒരു ഭദ്രത നമുക്കുണ്ടാകണം. ആ ഭദ്രതക്ക് കോട്ടം തട്ടുന്ന വിധത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ ശുദ്ധീകരിക്കുക തന്നെ ചെയ്യണം. അത്തരം ശുദ്ധീകരണങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടവർ ഇപ്പൊ പത്രസമ്മേളനം വിളിച്ച് സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്ന് പറയുന്നത് ഒരുതരം പരിഹാസ്യമാണ്. നമ്മുടെ ആഭ്യന്തരം വളരെ കർശനമായ നിലപാടുകളോടുകൂടെ ശ്രദ്ധിക്കണം. അത് ഒരു സംഘടനാ സംവിധാനമാകുമ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രം നിർവഹിക്കുന്നതല്ല. കേരളത്തിലുള്ള എല്ലാ സംഘടനകളും, ആ സംഘടനകൾക്ക് ഒരു പ്രവർത്തനത്തിനൊരു റൂട്ടുണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് വിധേയമല്ലാതെ അവരുടെ ആദർശത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും നടത്തുമ്പോ സ്വാഭാവികമായും അവർ നടപടി സ്വീകരിക്കും. ആ നടപടി സ്വീകരിക്കുക എന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതൊരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കലല്ല. മറിച്ച് ആ സംഘടനയുടെ ഭദ്രതയെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ സംഘടനക്കകത്തിരുന്ന് ഇത്തരം വിഷലിപ്തമായ ആശയങ്ങളുമായി നുഴഞ്ഞുകയറാൻ ശ്രമിക്കുമ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അങ്ങനെയുള്ള ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.
അന്ന് സുൽത്താൻ സലാഹുദ്ദീനുൽ അയ്യൂബി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് കുരിശുപൂജകർ, കുരിശു യുദ്ധത്തിന്റെ ആളുകൾ ഇസ്ലാമിക രാജ്യത്തിനു നേരെയുള്ള വലിയ രൂപത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കോപ്പുകൂട്ടി നിൽക്കുമ്പോ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ആദ്യം നിർവഹിച്ചത് അന്നത്തെ ബിദഈകളായ ഷിയാക്കളെ നേരിടുകയും ആ ഷിയായിസത്തിന്റെ പിഴച്ച ആശയങ്ങളിൽ ജനങ്ങളെ പ്രബുദ്ധരാക്കുകയും ഷിയായിസത്തിന്റെ പിഴച്ച ആശയങ്ങളെ പഠിപ്പിച്ച് അവർക്കെതിരെ ശക്തമായ രൂപത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തീർത്ത് അവർക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കു ശേഷമാണ് ഈ ഇസ്ലാമിന്റെ ആഭ്യന്തരങ്ങളെ ശക്തമാക്കി ഇസ്ലാമിന്റെ അകത്തളത്തൊരു ഭദ്രത കൊണ്ടുവന്നതിന് ശേഷമാണ് ബാഹ്യമായ ശത്രുക്കൾക്കെതിരെ അതിശക്തമായ പ്രതിരോധ പ്രവർത്തനവുമായി രംഗത്ത് വന്ന് ഖുദ്സിന്റെ വിമോചകനായി മഹാനായ ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീനുൽ അയ്യൂബി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ നേതാവ് ഉണ്ടായത്. അതൊരു മാതൃകയാണ്. നമുക്ക് സമാനമായ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ പ്രതിസന്ധിയുടെ പേമാരികൾ പെയ്തിറങ്ങുന്ന ഘട്ടം. ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ, ലോകത്തെ മുഴുവൻ ആളുകളും, ലോക ജനങ്ങൾ മുഴുവൻ ഇനി മദീനയിൽ എന്തു സംഭവിക്കും, ഇനി പരിശുദ്ധ ഇസ്ലാമിന് എന്തു സംഭവിക്കുമെന്ന് ആശ്ചര്യത്തോടുകൂടെ കൗതുകത്തോടുകൂടെ ഉറ്റുനോക്കുകയാണ്. സ്വഹാബത്ത് ആശങ്കയിലാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയ പ്രതിസന്ധി നിറഞ്ഞ നിർണായക ഘട്ടമാണ്. ആ സമയത്ത് ആ അവസരത്തെ മുതലെടുത്തുകൊണ്ടാണ് മഹാനായ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ അവസരത്തെ മുതലെടുത്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇനി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞല്ലോ, ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്കെതിരെ ശക്തമായ യുദ്ധപ്രഖ്യാപനം നടത്തിയപ്പോഴാണ് സ്വഹാബത്തിനിടയിൽ ഒരു ചർച്ച ഉയർന്നു വരുന്നത്. ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയ ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനകത്തുള്ള ഈ ശത്രുക്കൾക്കെതിരെ പടപ്പുറപ്പാട് നടത്തിയാൽ അത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ, വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളെ ക്ഷണിച്ചു വരുത്തലാണ്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തൽക്കാലം അതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടാൻ അവരെല്ലാവരും കൂടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് അയക്കുന്നുണ്ട്. വളരെ കോപിഷ്ഠനായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫഅഖദ ബിതലാബീബി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കോളറിന് പിടിച്ചിട്ടാ പറഞ്ഞത്, അജബ്ബാറുൻ ഫിൽ ജാഹിലിയത്തി വഖവ്വാറുൻ ഫിൽ ഇസ്ലാം. പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് ഉമറെ, നിങ്ങൾ വലിയ ധീരനായിരുന്നല്ലോ. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ നിങ്ങൾക്ക് എന്തേ ഭീരുത്വം പിടിപെട്ടുവോ? ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരൊട്ടകത്തിന്റെ മൂക്കുകയറാണ് അവർ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ബൈത്തുൽ മാലിൽ അടച്ചിരുന്നതെങ്കിൽ വല്ലാഹി ഞാൻ അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി ഞാൻ അവരിൽ നിന്നത് പിടിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് സാധാരണ നിലയിൽ ശാന്തനായ സൗമ്യഭാവനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനമാണത്. അപ്പൊ ബാഹ്യമായ ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിന്റെ മുമ്പ് ആന്തരികമായ പുഴുക്കുത്തുകൾക്കെതിരെ പടപൊരുതി. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പകൽ എന്റെ ആയുസ് മുഴുവൻ ചേർത്ത് വെച്ചാലും ശരി, ഈ ധീരോദാത്തമായ നിലപാട് സ്വീകരിച്ച ആ ഒരു പകൽ എന്റെ ആയുസ് മുഴുവൻ ചേർത്ത് വെച്ചാലും ആ പകലിനോളം എത്തുകയില്ല എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പാഠമാണ് നമുക്ക്. ആ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിയും. അതാണ് ചരിത്രം എന്നത്. വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ആ ചരിത്രം പഠിക്കുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് അതിൽ നിന്ന് പാഠങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആഭ്യന്തര പ്രശ്നങ്ങളും കലഹങ്ങളും സംഘടനകൾക്കകത്തുള്ളതുമൊക്കെ ഇന്നും ഇന്നലെയും പൊട്ടിമുളച്ചതല്ല. അത് കാലങ്ങളായി ഇസ്ലാമിനകത്ത് ചില അവാന്തര വിഭാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഖവാരിജിയത്ത് വന്നു, മുഅ്തസിലത്ത് വന്നു, ജബരിയത്തും ഖദരിയത്തും മുർജിഅത്തടക്കമുള്ള പല വിധത്തിലുള്ള വിഘടനവാദങ്ങളുമായി കടന്നു വന്നപ്പോഴൊക്കെ സ്വഹാബത്ത് അതിനെതിരെ പടപൊരുതിയിട്ടുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത്, ഖവാരിജിനെ കുറിച്ച് പറഞ്ഞത്, ശിറാറുൽ ഖൽഖി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരാണവർ എന്ന് ഖവാരിജിയത്തിനെ ചൂണ്ടി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്കിൽ അത്രമേൽ സ്വഹാബത്ത് ആദർശ വൈരികളോട് കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടാൻ, നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം
ഈ പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും ഈ സുന്ദരമായ ആദർശത്തിൽ നിന്ന് പുറകോട്ട് വലിക്കാനും പല രൂപത്തിലും പല ഭാവത്തിലും പലരും പ്രത്യക്ഷപ്പെടുന്ന കാലത്താണ്. അവരുടെ സംസാരം കേട്ടാൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതുപോലെ അൽസിനതുഹും അഹ്ലാമിന സുക്കരി വഖുലൂബുഹും ഖുലൂബുൽ ദിആബ്. അവരുടെ സംസാരം, അവരുടെ നാവുകൾ പഞ്ചസാരകളെക്കാൾ മധുരിതമായ സംസാരമായിരിക്കും. പക്ഷേ വഖുലൂബുഹും ഖുലൂബുൽ ദിആബ്, ചെന്നായകളുടെ ഹൃദയം പോലെ അവർ നമ്മുടെ ഈമാനിനെ കട്ടെടുക്കാൻ ആട്ടിന്റെ തോലണിഞ്ഞ ചെന്നായകളെ പോലെ കടന്നു വരും എന്ന് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധർമ്മങ്ങളും അപരിഷ്കൃതത്വങ്ങളും ആദർശവൽക്കരിക്കപ്പെടുകയും അതിന് പ്രത്യേകം സംഘടനകൾ ഉണ്ടാക്കി, തീർത്തും തിന്മകൾക്ക് വേണ്ടി സംഘടനകൾ ഉണ്ടാക്കി, അപരിഷ്കൃതമായ മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾക്ക് പോലും സംഘടനകൾ രൂപീകരിച്ച് പ്രസ്ഥാനവൽക്കരിച്ച് അതിനുവേണ്ടി നടുറോഡുകളിൽ സമരം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ, ഈ ഉമ്മത്തിന്റെ ഈമാൻ നഷ്ടപ്പെടാൻ ആവശ്യമായ ആയിരക്കണക്കിന് വാതിലുകൾ തുറന്നു വെക്കപ്പെടുമ്പോ അതിലേക്കൊന്നും പോകാതെ ഉമ്മത്തിന്റെ ഈമാനിനെ സംരക്ഷിക്കുക എന്ന വലിയ ചരിത്രപരമായ ദൗത്യമാണ്, ബാധ്യതയാണ് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിക്കുന്നത്. സമസ്ത നിർവഹിക്കുന്ന ദൗത്യം അതാണ്. യൂറോപ്യൻ സെൻട്രിക്കായ പല ആശയങ്ങൾ, മോഡേണിസം എന്ന ഓമന പേരിട്ടുകൊണ്ട്, ആധുനികത എന്ന ഓമന പേരിട്ടുകൊണ്ട് വലിയ അപരിഷ്കൃതത്വങ്ങളുള്ള അപരിഷ്കൃതമായ സംസ്കാരങ്ങളെ വലിയ പുരോഗമന സംസ്കാരങ്ങളായി നമുക്കിടയിലേക്ക് കടന്നു വരികയാണ്. മനുഷ്യന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ട് അനുഭവിക്കുന്നത് മാത്രമേ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ, വിശ്വസിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തതൊന്നും മനുഷ്യന് വിശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ കാണുന്ന, നമ്മൾ കേൾക്കുന്ന, നമ്മൾ അനുഭവിക്കുന്നത് മാത്രമേ, അതല്ലാത്തതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ പ്രകടമായ, മനുഷ്യന്റെ കേവല ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നത് മാത്രം വിശ്വസിക്കുകയും അല്ലാത്തത് നിരാകരിക്കുകയും ചെയ്യുക എന്നത് ഇന്ന് വളരെ വ്യാപകമാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ നമ്മൾ പഠിക്കേണ്ടത്. പരിശുദ്ധ ഇസ്ലാമിന്റെ, പരിശുദ്ധ ഈമാനിന്റെ 6 കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്ക്. അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഈ വിശ്വസിക്കുന്ന 6 കാര്യങ്ങളും മനുഷ്യന്റെ പ്രകടമായ ബുദ്ധിക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയുന്നതല്ല. അള്ളാഹുവിനെ മനുഷ്യന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ ഈമാൻ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും മനുഷ്യന്റെ പ്രകടമായ ബുദ്ധിക്കും യുക്തിക്കും ഒരുപക്ഷെ യോജിച്ചു കൊള്ളണമെന്നില്ല. ആ മനുഷ്യന്റെ പ്രകട യുക്തിക്കും ബുദ്ധിക്കും യോജിച്ചത് മാത്രം ഉൾക്കൊള്ളുക, അല്ലാത്തത് നിരാകരിക്കുക എന്നത് വലിയ അപകടകരമായ ആശയമാണ്. ആ ആശയമാണ് കേരളത്തിലേക്ക് കടന്നു വന്നത്. ആരിലൂടെ കടന്നു വന്നത്? മുഹമ്മദ് അബ്ദയിലൂടെ, റഷീദുലിലയിലൂടെ, ജമാലുദ്ദീൻ അഫ്ഗാനിയിലൂടെ. അവരിൽ ആകൃഷ്ടനായി KM മൗലവിയും വക്കം മൗലവിയും കേരളത്തിലേക്ക് കടലുകടന്ന് ഇത്തരം വിശലിപ്തമായ ആശയങ്ങളെ കൊണ്ടുവരുമ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതിനെതിരെ അതിശക്തമായ പ്രതിരോധം തീർക്കാൻ ഇങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തെ ഇവിടെ രൂപപ്പെടുത്തുന്നത്. ഖുർആൻ പോലും മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തിയത്, മുത്തഖീങ്ങളെ പരിചയപ്പെടുത്തിയത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്നാണ്. ഇത് വലിയ ഗൗരവമാണ്. കാരണം മനുഷ്യന്റെ ബുദ്ധിക്ക് അനുസൃതമല്ലാത്തത് നിരാകരിക്കണം, തള്ളിക്കളയണമെന്ന വാദം അത് യുക്തിവാദത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇവിടെയുള്ള യുക്തിവാദികൾ വാദിക്കുന്നതും അതുതന്നെയാണ്. മുഹമ്മദ് അബ്ദയും റഷീദുലിയും ജമാലുദ്ദീൻ അഫ്ഗാനിയും കൊണ്ടുവന്ന വിശലിപ്തമായ ആശയം അതാണ്. റഷീദുലിയൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. വിശുദ്ധമായ ഖുർആനിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ ഇല്ലായിരുന്നുവെങ്കിൽ കുറച്ചും കൂടി യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു. എന്താ കാരണം? മുഅ്ജിസത്തുകൾ എന്നത് ഖവാരിഖുൽ ആദത്താണ്, സാധാരണക്ക് വിപരീതമായ സംഭവങ്ങളാണ്. മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും ഒരുപക്ഷെ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്ത് ചൂണ്ടിയിട്ട് ചന്ദ്രനെ 2 പിളർപ്പാക്കിയതിന്റെ സയന്റിഫിക് തിയറി എന്താണ് എന്ന് എത്ര പഠിച്ചാലും ഒരുപക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ബാഹ്യമായ പ്രത്യക്ഷമായ കാര്യങ്ങളൊന്നും അതിന് കണ്ടുകൊള്ളണമെന്നില്ല. അങ്ങനെയുള്ളതൊക്കെ തള്ളിക്കളയണം. മുഅ്ജിസത്തുകൾ ഇല്ലായിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ. കാരണം മുഅ്ജിസത്തുകൾ മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുകയില്ല. ഇത് യുക്തിവാദത്തിലേക്ക് എത്തിക്കുന്നതാണ്. ആ ആശയത്തിന്റെ പിന്തുടർച്ചകളാണ് പിന്നീട് വിശുദ്ധമായ ഖുർആനിന് ഇവർ വ്യാഖ്യാനിച്ച പലതും. മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തുകൾ, മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ നിരവധി സംഭവങ്ങൾ. വിശുദ്ധമായ ഖുർആനിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ഉറുമ്പ് സംസാരിച്ചു എന്നത് ഇവരെങ്ങനെ വ്യാഖ്യാനിച്ചത്? അങ്ങനെ ഉറുമ്പ് സംസാരിച്ചു എന്നല്ല, അത് മനുഷ്യന്റെ പ്രകടമായ ബുദ്ധിക്ക് യോജിക്കണില്ല.
അല്ലെ? അങ്ങനെ തന്നെയല്ലേ ഉറുമ്പ് സംസാരിക്കുക എന്ന് പറഞ്ഞാല്. അപ്പൊ ഇവര് പറഞ്ഞു അവിടെ ഖാലത്തിൻ നംലത്തു എന്ന് പറഞ്ഞ അവിടെ അർത്ഥം നംലത്ത് ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് സംസാരിച്ചു എന്നാണ്. ഇങ്ങനെ വിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുക. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തളീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അബ്റഹത്തിന്റെ സൈന്യം പരിശുദ്ധമായ കഅബ ശരീഫിനെ തകർക്കാൻ കടന്നു വന്നപ്പോ ഫഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, അബാബീൽ പക്ഷികളുടെ കൊക്കിൽ നരകത്തിലെ ചെറിയ മണിക്കല്ലുകളെ കൊണ്ട് അല്ലാഹു അവരെ അയച്ചു. അവരതിനെ തകർത്തു കളഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ ആലോചിക്കാണ്, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട്, പ്രകടമായ ബുദ്ധി കൊണ്ട് ആലോചിക്കാണ്, അതിപ്പോ സംഭവിക്കൂ? വലിയ ജീവിയായ ആന ചെറിയ കുരുവിയെ പോലെയുള്ള ചെറിയ ഒരു പക്ഷിയുടെ കൊക്കിലൊതുങ്ങുന്ന ഒരു മണിക്കല്ല് കൊണ്ട് ആന ചത്തുപോകുകയും സംഭവിക്കില്ല. പ്രകടമായ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കണില്ല. അപ്പൊ ഇവരെന്തു പറഞ്ഞു? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകമായ വൈറസുകളെ പകർത്തി എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ ബുദ്ധിക്കനുസൃതമായി വ്യാഖ്യാനിക്കുക ഇത് വലിയ അപകടമല്ലേ? മൂസാ നബി അലൈഹിസ്സലാം ആ വടി കുത്തിപ്പിടിച്ച് ആ വടി കൊണ്ടടിച്ചപ്പോ കടല് പിളർന്നു. അപ്പൊ ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അങ്ങനെ ഒരു വടി കൊണ്ടടിച്ച കടല് പിളറിയ നടക്കൂല. അപ്പൊ ഇവരെന്തു പറഞ്ഞു? അത് മൂസാ നബി അലൈഹിസ്സലാം സമുദ്രത്തിന്റെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളൊക്കെ മനസ്സിലാകുന്ന ആളായിരുന്നു. അതുകൊണ്ട് ആ വടി ഇങ്ങനെ കുത്തിപ്പിടിച്ചു നടന്നു എന്നാണ് അതിന്റെ അർത്ഥം. വടി കുത്തിയിട്ട് ആഴം നോക്കി നടന്നു. ഇങ്ങനെ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെ യുക്തിവാദികൾക്കു സമാനമായ വിധം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക. അതിന്റെ തുടർച്ചയാണ് ഒരു വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ ഈ കോഴിക്കോട് നടന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിലല്ലേ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസ്, നൂറ്റാണ്ടുകളോളം ഇമാമുമാർ കൈകാര്യം ചെയ്തു വന്ന ഹദീസ്, അഫ്ളലുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് ഏറ്റവും പ്രധാനമായ പ്രമാണ ഗ്രന്ഥമായി അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അത് ലബോറട്ടറിയിലേക്ക് അയക്കണം, എന്നിട്ടൊരു സയന്റിഫിക് എക്സ്പെരിമെന്റ് നടത്തണം, എന്നിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. എന്താ കാരണം? മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കണില്ല. അപ്പൊ ഇനി ശാസ്ത്രീയ പരീക്ഷണം നടത്തിയാലേ ഞങ്ങൾ അത് അംഗീകരിക്കൂ എന്ന് പറയുന്നത് എത്രമേൽ അപകടം പിടിച്ച ആശയമാണ്. നുബുവത്തിന്റെ വാക്കുകളെ പോലും മനുഷ്യന്റെ കേവല ബുദ്ധിക്കും യുക്തിക്കും അനുസൃതമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക എന്നത് അത് യുക്തിവാദത്തിലേക്കുള്ള പോക്കാണ്. മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും അനുസൃതം അപ്പുറമുള്ള കാര്യങ്ങളും മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, വിശ്വസിക്കുക എന്നതാണ് പരിശുദ്ധ ഈമാൻ. അതിനെന്തു വേണം? അതിന് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അതോറിറ്റികളോട് മഹബ്ബത്തുണ്ടാകണം, ആദരവുണ്ടാകണം, സ്നേഹമുണ്ടാകണം. നമ്മൾ ആലോചിച്ച് നോക്കുക, പാമ്പുകളില്ലാത്ത നാട്ടിൽ, ഉദാഹരണം പറയാണ്, ജനിച്ചിട്ട് ഒരു മനുഷ്യൻ പാമ്പിനെ കണ്ടിട്ടേ ഇല്ല, അല്ലെങ്കിൽ ആ നാട്ടിൽ പാമ്പ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല, അങ്ങനെ ഒരു ജീവിയെ ആ നാട്ടിലില്ല. ആ നാട്ടിൽ പോയി നമ്മൾ പാമ്പിനെ വിശദീകരിച്ചു കൊടുക്കണം. വയറുകൊണ്ട് ഇഴഞ്ഞു നടക്കുന്ന ജീവി, കല്ലുകൾക്കിടയിലൂടെയും മുള്ളുകൾക്കിടയിലൂടെയും വലിയ വേഗത്തിൽ അവ സഞ്ചരിക്കുമെന്ന് പറഞ്ഞാല് ജനിച്ചിട്ട് പാമ്പിനെ കാണാത്ത, അല്ലെങ്കിൽ ആ പാമ്പില്ലാത്തൊരു നാട്ടിൽ പോയാല് അവരാലോചിക്കും അതിപ്പോ എങ്ങനെ സംഭവിക്കുക? നമ്മൾ ജീവികളെ കണ്ടിട്ടുണ്ട്, 4 കാലിൽ നടക്കുന്ന, 2 കാലിൽ നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ കാലൊന്നും ഇല്ലാതെ ഈ മുള്ളുകൾക്കിടയിലൂടെ, കല്ലുകൾക്കിടയിലൂടെ, മരങ്ങൾക്കിടയിലൂടെ വയറുകൊണ്ട് ഇത്ര വേഗം ഇഴഞ്ഞു നടക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് അവരാലോചിക്കും. മനുഷ്യന്റെ പ്രകടമായ ബുദ്ധിക്ക് യോജിക്കണില്ല. പിന്നെ വിശ്വസിക്കണമെങ്കിൽ ആര് പറയണം? വിശ്വാസയോഗ്യരായ ആളുകൾ പറയണം. ആ പറയുന്ന ആളോട് ഹുബ്ബുണ്ടാകുമ്പോൾ, മഹബ്ബത്തുണ്ടാകുമ്പോഴാണ് അത് വിശ്വസിക്കാൻ കഴിയുക. ഇതാണ് ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ പഠിപ്പിച്ചത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് മക്ക മുശ്രിക്കീങ്ങൾ കടന്നു വന്നു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്ത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടുന്ന് 7 ആകാശങ്ങൾക്കപ്പുറം ഖാലിഖായ, റാസിഖായ, ജബ്ബാറും ഖഹാറുമായ റബ്ബിന്റെ രഹസ്യങ്ങളുടെ കലവറകളിൽ പോയി ഒരു രാത്രിയുടെ അല്പസമയം കൊണ്ട് പോയിട്ട് തിരിച്ചു വന്നു.
മക്കത്തെ മുശ്രിക്കീങ്ങൾ ആലോചിച്ചു, ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ എന്തായാലും കിട്ടൂല. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്ര ദൂരം, എത്ര ദിവസം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ എത്താറുള്ളത്? അവിടുന്ന് ഇങ്ങോട്ടും പിന്നെ 7 ആകാശങ്ങൾക്ക് അപ്പുറത്തേക്കും ഒരു രാത്രിയുടെ അല്പസമയം കൊണ്ട് പോയി വന്നു എന്നത് ബുദ്ധിക്ക് യോജിക്കണില്ല. അവർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നു. ഇത് പറഞ്ഞിട്ടെങ്കിലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വേർപെടുത്തണമെന്ന ദുഷ്ടലാക്കോടുകൂടെ ചെന്നു. എന്തേ സിദ്ദീഖ് തങ്ങൾ മറുപടി പറഞ്ഞത്? സിദ്ദീഖ് തങ്ങൾ ആലോചിച്ചില്ല. ഒരു രാത്രി കൊണ്ട് ഇത്ര ദൂരം സഞ്ചരിക്കുക എന്നത് മനുഷ്യന്റെ കേവല ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. ആ അതോറിറ്റിയോടുള്ള മഹബ്ബത്ത് കൊണ്ട്, ആദരവ് കൊണ്ട്, വിശ്വാസം കൊണ്ടാണ് പറഞ്ഞത്. ആ വിശ്വാസമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന് ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, പശു സംസാരിക്കുമെന്ന് പറഞ്ഞു. ഒരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. പശു സംസാരിച്ച ഒരു കഥ പറഞ്ഞു കൊടുത്തു. അപ്പൊ മുമ്പിലിരിക്കുന്ന സ്വഹാബത്ത് പറഞ്ഞു, തിരിച്ചു ചോദിച്ചു നബി തങ്ങളോട്, യാ റസൂലല്ലാഹ്, ബഖറത്തുൻ തതകല്ലം, പശു സംസാരിക്കുകയോ? അത്ഭുതത്തോടെ ചോദിച്ചു. മുസ്തഫായ തങ്ങൾ എന്താ പറഞ്ഞത്? ഞാനത് വിശ്വസിച്ചിരിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അത് വിശ്വസിച്ചിരിക്കുന്നു, ഉമറുൽ ഫാറൂഖ് തങ്ങളും അത് വിശ്വസിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും ആ സദസ്സിൽ അപ്പോ ഇല്ല. പക്ഷേ മുസ്തഫായ തങ്ങൾക്കറിയാം, മുത്തുനബി അത് പറഞ്ഞാൽ അവിടുത്തെ 2 സ്വാഹിബൈനികൾ അത് വിശ്വസിച്ചിരിക്കുമെന്ന്. അതാണ് ഈമാൻ. ആ ഹുബ്ബ് കൊണ്ട് ഈമാൻ. അതുകൊണ്ടാണ് ഈമാനിന്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കണോ? ഒന്നാമത് പറഞ്ഞത് എന്താ? സർവ്വതിനേക്കാളും അല്ലാഹുവും അവന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരാളിൽ ഒന്നാമനാകണം. സർവ്വതിനേക്കാളും അള്ളാഹുവിനും ഹബീബിനും സ്ഥാനം കൊടുക്കുമ്പോഴാണ് ഒരാളുടെ ഈമാനിനെ അയാൾക്ക് ആസ്വദിക്കാൻ കഴിയുക എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ മഹബ്ബത്തും ഈമാനുമാണ്, ആ മഹബ്ബത്തുള്ള ഈമാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പഠിപ്പിച്ചത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചതുകൊണ്ട്, ആദരിച്ചതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ലോകത്തെ 1-ാം നമ്പർ ഈമാനുള്ളയാളായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ ആദരവിനെ വാക്കുകളെ കൊണ്ട് കോറിയിടാൻ കഴിയാത്ത വിധം മുത്തുനബിയെ ചേർത്തു പിടിച്ചയാളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പരിശുദ്ധ ദീനുമായിട്ട് കടന്നു വന്നപ്പോ ഒരു ഗതിയുമില്ലാതെ മക്കയിലൂടെ ഇങ്ങനെ നടന്നിട്ട്, ഇനി ഏതായാലും മുത്തുനബി വന്നു, അപ്പോ വേഷം മാറിയിട്ട് മുത്തുനബിയുടെ കൂടെ കൂടിയാൽ എന്റെ മൈഷത്തൊക്കെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചു വന്നയാളല്ല. അറേബ്യൻ സാമ്രാജ്യത്തെ വിലക്കെടുക്കാൻ കെൽപ്പുറ്റ കോടീശ്വരനായിരുന്നു മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. തന്റെ സമ്പത്ത് മുഴുവൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ കാഴ്ചവെച്ചു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുസ്തഫായ തങ്ങൾക്ക് എന്ത് വേണോ സിദ്ദീഖ് തങ്ങൾ ഒന്നാമതായി മുമ്പിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ 2 ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പോയി. ഇവിടെ നിസ്കാരത്തിന്റെ സമയമായി. അവിടെ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ സമയമായപ്പോ സിദ്ദീഖ് തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഹുബിസ. നബി തങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി പോയതാണ്. നബി തങ്ങൾ അവിടെ പെട്ടുപോയിട്ടുണ്ട്, അഥവാ മസ്ലഹത്ത് കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. അപ്പോ സിദ്ദീഖ് തങ്ങളോട് ഇമാമ് നിൽക്കാൻ പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ ഇമാമ് നിന്നു. ഇമാമ് നിന്ന് നിസ്കാരം തുടങ്ങിയപ്പോ സ്വഹാബത്ത് പിന്നിൽ നിന്ന് കൈയടിച്ചു. കൈയടിയുടെ ശബ്ദം കൂടിയപ്പോ നിസ്കാരത്തിന് ഇമാമ് നിൽക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ശ്രദ്ധിക്കണം, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി നിസ്കാരം. ഫഇദൻ റസൂലുള്ളാഹ്, പിന്നിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ടിട്ടാ സ്വഹാബത്ത് കൈയടിച്ചത്. നബി തങ്ങൾ കൈകൊണ്ടാങ്യം കാണിച്ചു. അവിടെ തന്നെ നിന്ന് നിസ്കാരം തുടരാൻ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു.
പക്ഷെ സിദ്ദീഖ് തങ്ങൾ അത് കേൾക്കാതെ പിന്നിലേക്ക് മാറി നിന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നിലേക്ക് കയറി നിന്ന് നിസ്കാരത്തിന് നേതൃത്വം നൽകി. ഞാൻ ചുരുക്കുന്നു, നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് മസ്അല പഠിപ്പിച്ചു കൊടുത്തു. ഏതെങ്കിലും വിഷയത്തിൽ ഇമാമിനെ നിങ്ങൾക്ക് തംബീഹാക്കണമെങ്കിൽ, ഉണർത്തണമെങ്കിൽ നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലണം. സ്ത്രീകളാണ് ഇങ്ങനെ കൈയടിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ മസ്അലയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സിദ്ദീഖ് തങ്ങളുടെ മുമ്പിലേക്ക് തിരിയുകയാണ്. മാ മനഅക അൻ തസ്ബുത ഇദ് അമർതുക. സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, നിങ്ങളോട് അവിടെ തന്നെ നിന്ന് നിസ്കരിക്കാൻ ഞാൻ പറഞ്ഞിട്ട് എന്തേ അതിന് വഴിപ്പെടാതിരുന്നത്, എന്തേ അത് കേൾക്കാതിരുന്നത് എന്ന്. ശ്രദ്ധിക്കണം, മുസ്തഫായ നബിയോട് സിദ്ദീഖ് തങ്ങൾ മറുപടി പറഞ്ഞു, മാ കാന യംബഗി ലിബ്നി അബീ ഖുഹാഫത അൻ യുസല്ലി ബൈന യദൈ റസൂലില്ലാഹ്. ഈ അബൂ ഖുഹാഫയുടെ മകൻ അവിടുത്തെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാൻ മാത്രം വലിപ്പമില്ല യാ റസൂലല്ലാഹ്. ആ ആദരവാണ് സിദ്ദീഖ് തങ്ങളുടെ വളർച്ച, ആ മഹബ്ബത്താണ് സിദ്ദീഖ് തങ്ങളുടെ വളർച്ച. ആ മഹബ്ബത്തോടുകൂടെ ഈമാൻ വർദ്ധിക്കണം, ആ മഹബ്ബത്ത് കൊണ്ട് ഈമാൻ വർദ്ധിക്കണം. സ്വഹാബത്ത് പോലും അങ്ങനെയാ വിശ്വസിച്ചത്. നബി തങ്ങൾ പറഞ്ഞ ഒരു സംഭവം നമ്മളൊക്കെ മദ്രസ തലം മുതൽ പഠിക്കുന്നതാണ്. എന്ത്? ഒരു അറാബിയായ മനുഷ്യനോട് നീ ആരെയാണോ മഹബ്ബത്ത് വെച്ചത് അവരോട് കൂടെ ഉണ്ടാകും. അൻത മഅമൻ അഹബ്ബ അൻത മഅമൻ അഹ്ബബ്ത. നീ ആരെ ഇഷ്ടം വെച്ചോ അവരോട് കൂടെ ഉണ്ടാകുമെന്ന് നബി പറഞ്ഞു. നാളെ അല്ലാഹു നമ്മളൊക്കെ സുൽഹിന്റെ സ്വാലിഹീങ്ങളോട് കൂടെ അല്ലാഹു നമ്മളൊക്കെ ചേർത്തി തരട്ടെ. ആ സ്വാലിഹീങ്ങളെ മഹബ്ബത്ത് വെച്ചാൽ നാളെ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാർ എവിടെ കിടക്കുന്നുവോ അവിടെ നമുക്ക് കിടക്കാം. ഇത് കേട്ടപ്പോ 10 വർഷം അള്ളാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. അവിടെ പറഞ്ഞു നിർത്തിയില്ല, വ ഇന്നി ഉഹിബ്ബു അബൂബക്കറിൻ വ ഉമറ, ഞാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ തങ്ങളെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്തേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളൊന്നും ചെയ്ത അത്ര വലിയ അമലൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും അവരോടുള്ള മഹബ്ബത്ത് കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാമെന്ന് 10 വർഷം ഹബീബിന് ഖിദ്മത്ത് ചെയ്ത മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അവർ പോലും സ്വഹാബത്ത് പോലും സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടത് മഹബ്ബത്ത് കൊണ്ടാണ്. മുത്തുനബിയോടുള്ള മഹബ്ബത്ത്, സിദ്ദീഖുൽ അക്ബർ തങ്ങളോടുള്ള മഹബ്ബത്ത്, ഉമറുൽ ഫാറൂഖ് തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് സ്വഹാബത്ത് പോലും സ്വർഗത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ നിസ്കരിച്ച നിസ്കാരത്തിന്റെ എണ്ണം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാമെന്നല്ല അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ മുൻഗാമികളോടുള്ള ആദരവും മഹബ്ബത്തുമാണ് പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇവിടെയുള്ള എല്ലാ ബിദ്അത്തിന്റെ കക്ഷികളും ആ ആദരവിനെ നഷ്ടപ്പെടുത്തിയവരാണ്. ആ ആദരവിനെ നഷ്ടപ്പെടുത്തിയവരാണ് മഹാന്മാരായ ഇമാമുമാരോട്, മഹാന്മാരായ മുൻഗാമികൾ. അവരോട് ആദരവില്ല എന്ന് മാത്രമല്ല, ആ മുൻഗാമികളായ ഇമാമുമാരിൽപ്പെട്ടവരുടെ മേലിൽ പോലും ശിർക്കും കുഫറും ആരോപിക്കുന്ന വിധത്തിലുള്ള അപക്വമായ അപകടകരമായ വാദഗതികളെ ഈ സമൂഹത്തിൽ പഠിപ്പിച്ചവരാണ് അവർ. മുസ്തഫായ നബി ആക്ഷേപിച്ചവർ, ഹബീബ് ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞവർ, മുസ്തഫ തങ്ങൾ തെറ്റു ചെയ്യുന്നവരാണെന്ന് പറഞ്ഞവർ, നഊദു ബില്ലാഹ്. അവർക്കെവിടെയാണ് ഹബീബിനോട് ഹുബ്ബുണ്ടാവുക? അവർക്കെങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഒരു കാര്യത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുക? അവർക്കെങ്ങനെയാണ് സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നവർക്ക് എങ്ങനെയാണ് സ്വഹാബത്ത് മുത്തുനബിയുടെ മുമ്പിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ കഴിയുക? അല്ലെ, മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവം. ഹുദൈബിയ സന്ധിയിൽ സ്വഹാബത്ത് മുത്തുനബിയോട് കാണിച്ച ആദരവിനെ പറയുന്നുണ്ട്. വഫത്തു അലാ ഖൈസറ വകിസ്റ വന്നജാശി, ഞാൻ ഒരുപാട് സാമ്രാജ്യത്വ ശക്തികളുടെ മുമ്പിൽ ഞാൻ നിവേദക സംഘമായി ഞാൻ പോയിട്ടുണ്ട്. വലിയ സാമ്രാജ്യത്വ ശക്തികളുടെ മുമ്പിൽ, ഖൈസറിന്റെ മുമ്പിൽ, ഖിസ്റയുടെ മുമ്പിൽ, നജാശി രാജാവിന്റെ മുമ്പിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ, മുഹമ്മദ് നബിയുടെ സ്വഹാബത്ത് മുഹമ്മദ് നബിയെ ആദരിക്കുന്നത് പോലെ ഒരു സാമ്രാജ്യത്വ ശക്തികളുടെ അനുയായികളും അവരുടെ രാജാക്കന്മാരെ ബഹുമാനിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? എങ്ങനെയാണ് മുത്തുനബിയെ സ്വഹാബത്ത് ആദരിക്കുന്നത്? മുത്തുനബിയെ ആദരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദൂ ചെയ്താൽ കാദൂ യഖ്തതിലൂന അലാ വദൂഇഹി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ നുബുവത്തിന്റെ മേനിയെ സ്പർശിച്ച ആ വെള്ളത്തിന്റെ ഒരംശം ബറക്കത്തിന് കിട്ടാൻ വേണ്ടി സ്വഹാബത്ത് യുദ്ധസമാനം സംഘട്ടനത്തിലായിരുന്നു, തിക്കും തിരക്കും കൂട്ടുമായിരുന്നു. നബി തങ്ങളൊന്ന് തുപ്പിയാൽ പോലും ആ ഉമിനീര് സ്പർശിക്കുന്നത് നിലത്തല്ല, സ്വഹാബത്ത് കൈനീട്ടി സ്വീകരിക്കും. ഇങ്ങനെ മുത്തുനബി ആദരിക്കുന്നു. ഇതൊന്നും ഒരു വഹാബിക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. മുത്തുനബി എന്താണെന്ന് മനസ്സിലായവർക്ക്, അള്ളാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ മഹത്വം മനസ്സിലായവർക്കേ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഒരു പിഴച്ച കക്ഷികൾക്കും ഹബീബിന്റെ ആ റിസാലത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ കഴിയൂല, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഹബീബിനെ ആക്ഷേപിക്കുന്നത്. അവർ ഒരുപക്ഷെ ഇപ്പൊ ജമാഅത്തുകാരൊക്കെ റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ സെമിനാറുകൾ സംഘടിപ്പിക്കും. എന്താ സെമിനാറിന്റെ ഇതിവൃത്തം? മുഹമ്മദ് നബിയുടെ ചരിത്രമാണ്. എന്താണ് അവർ കണ്ട മുഹമ്മദ് നബി? അവർ കണ്ട മുസ്തഫായ നബി എന്താ? ഒരു ചരിത്ര പുരുഷനാണ്. മുഹമ്മദ് നബി ഒരു ചരിത്ര പുരുഷനാണ്, സ്ത്രീത്വത്തിന്റെ വിമോചക നായകനാണ്, അടിച്ചമർത്തപ്പെട്ടവരുടെ ഉദ്ധാന നായകനാണ്. ശരിയാണ്, ഇതൊക്കെ മുത്തുനബിയുടെ സ്വഭാവമാണ്. പക്ഷേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിസ്ഥാനം അബ്ദുഹു വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലാണ് എന്ന മഹത്വത്തെയാണ് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് മുസ്തഫായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷം അല്ലാഹു ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു, ഒരു മെസഞ്ചർ, ഒരു സന്ദേശവാഹകൻ, അതിലപ്പുറത്തൊന്നുമില്ല. അവിടുത്തെ ആ പരിശുദ്ധമായ ദാത്തു ശരീഫക്ക് പ്രത്യേകതയില്ല എന്ന് പഠിപ്പിക്കുന്നു. ഞാനിത് പറഞ്ഞത് ആ ഹബീബിനോട് ആദരവില്ലാത്തവർ, സ്വഹാബത്തിനോട് ആദരവില്ലാത്തവർ, അവർക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ കറകളഞ്ഞ രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുക? മനുഷ്യന്റെ ബുദ്ധിക്ക് ഒതുങ്ങാത്ത, മനുഷ്യന്റെ കേവല യുക്തിക്ക് അനുസൃതമല്ലാതിരുന്നാലും മുത്തുനബി പറഞ്ഞതുകൊണ്ട് അത് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ ഹബീബിനോട് ഖൽബിൽ ആദരവുണ്ടാകണം. അതാണ് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിച്ചത്. മുൻഗാമികളോട് ആദരവുണ്ടാകണം, സ്വാലിഹീങ്ങളോട് ആദരവുണ്ടാകണം. ഇവിടെ വലിയ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ പോയി അവസാനം ചേകന്നൂരിസത്തിന്റെ, പിന്നീട് യുക്തിവാദത്തിന്റെ ആ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഇത്തരം ആളുകളൊക്കെ കൂപ്പുകുത്തും. ഇപ്പൊ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തു. ഹദീസ് നിഷേധികൾ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസിനെ നിഷേധിക്കുന്നവർ. ഇവരാദ്യം നിഷേധിച്ചു തുടങ്ങൽ മുൻഗാമികളെയാണ്. മുൻഗാമികളെ നിഷേധിക്കുന്നത് എന്തിനാണ്? ഇസ്ലാമിനെ കാലികമായി വ്യാഖ്യാനിക്കണം, യൂറോപ്യൻ കൾച്ചർ അനുസരിച്ച, അല്ലെങ്കിൽ യൂറോപ്പ് മുന്നോട്ട് വെക്കുന്ന മോഡേണിറ്റിക്ക് അനുസൃതമായി പരിശുദ്ധ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കണം. അപ്പൊ എന്തു വേണം? മദ്ഹബ് പറ്റൂല. മദ്ഹബിനെ അംഗീകരിച്ചാൽ ഇവരുദ്ദേശിക്കുന്ന വിധം വിശുദ്ധ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ കഴിയൂല. അങ്ങനെ മദ്ഹബിനെ നിരാകരിക്കും, ഇമാമുമാരെ നിരാകരിക്കും. ഇവിടെയുള്ള വഹാബികളുടെ പ്രശ്നം അതായിരുന്നു. അങ്ങനെ പിന്നെ ഹദീസുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോ മദ്ഹബുകളിൽ ഇവരെന്തൊക്കെ പ്രശ്നം കണ്ടുവോ അതൊക്കെ ഹദീസിൽ ഉണ്ടാവും. അപ്പൊ പിന്നെ എളുപ്പം എന്താണ്? ഹദീസിനെ നിഷേധിക്കുക, ഹദീസിനെ നിരാകരിക്കുക. ഇങ്ങനെ ഒരു വിഭാഗം. ഞങ്ങൾ അഹ്ലുൽ ഖുർആനാണ്. ചേകന്നൂരിന്റെ പിൻഗാമികൾ പല വേഷത്തിലും കോലത്തിലും പ്രത്യക്ഷപ്പെടുകയാണ്. വലിയ പാട്ടുകാരന്മാരൊക്കെ വലിയ ആലിമുൽ അല്ലാമകളായി പ്രസംഗിക്കുകയാണ്, തനിച്ച അബദ്ധങ്ങളെ പ്രസംഗിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതിൽ നിന്ന് അപ്പുറം പഠിപ്പിക്കുക. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ റിസാലയിൽ വളരെ കൃത്യമായി എങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പ്രാധാന്യം എന്താണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ, ഞാൻ ചുരുക്കി പറയുകയാണ്, വിശുദ്ധമായ ഖുർആനിൽ പല കാര്യങ്ങളും അവ്യക്തമായ സൂചനകൾ മാത്രമേ ഉള്ളൂ. അത് പിന്നെ പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏതുപോലെ വിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ അഖിമിസ് സ്വലാത്ത ലിദിക്രി, നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തണമെന്നുണ്ട്. ആ നിസ്കാരത്തിന്റെ സമയം പഠിപ്പിച്ചത്, ആ നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ചത്, ആ നിസ്കാരത്തിന്റെ ഓരോ ചലനങ്ങളും പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതിന്റെ രൂപം പഠിപ്പിച്ചത്. വിശുദ്ധമായ ഖുർആനിൽ അതിന്റെ പ്രഖ്യാപനമുണ്ട്. നിങ്ങൾ നിസ്കരിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മഹാനായ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ജനങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഷഫാഅത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പോ സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു, യാ അമാ നജീദ്
ഇന്നക്കും നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഹദീസുകൾ ലം നജിദ് ലഹാ അസ്ലം ഫിൽ ഖുർആൻ, ഇതൊന്നും ഖുർആനിലില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഫഗളിബ, ബഹുമാനപ്പെട്ടവർ ദേഷ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു പറഞ്ഞു, ഖറഅത്തൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതിയിട്ടുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചു, ഹൽ വജത്ത ഫീഹി സ്വലാത്തൽ ഇശാഇ അർബഅൻ വവജത്തൽ മഗ്രിബ സലാസൻ വൽ ഗദാത റക്അതൈൻ വൽ ളുഹ്റ അർബഅൻ വൽ അസ്റ അർബഅൻ. ആ ഖുർആനിൽ നിങ്ങൾ എവിടെയെങ്കിലും ളുഹ്ർ 4 ആണെന്നോ അസ്ർ 4 ആണെന്നോ മഗ്രിബ് 3 ആണെന്നോ ഇശാ 4 ആണെന്നോ സുബ്ഹി 2 ആണെന്നോ ആ വിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ എങ്ങനെ അത് അംഗീകരിക്കുന്നു? അത് മുത്തുനബി കാണിച്ചു തന്നതാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി നിർത്തിയ, നബി തങ്ങളുടെ വാക്കുകളെ മാറ്റി നിർത്തിയ ഒരു ഇസ്ലാം ഇല്ല. ഖുർആൻ പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായി ഇറക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, കിതാബുൻ അൻസൽനാഹു ഇലൈക, നബി അങ്ങയിലേക്ക് വിശുദ്ധമായ ഖുർആൻ ഇറക്കി. എന്തിന്? ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ. ആര് കൊണ്ടുവരാൻ? മുത്തുനബി കൊണ്ടുവരാൻ. അപ്പൊ ഹദീസിനെ നിഷേധിക്കുക, ഹദീസിനെ നിരാകരിക്കുക, ഇത് നമ്മൾ കാലങ്ങളായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്തരം മനുഷ്യന്റെ ബുദ്ധിക്കനുസൃതമായി അംഗീകരിക്കുന്നത് മാത്രം ഉൾക്കൊള്ളുകയും അല്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യുക എന്നത് അവസാനം ഹദീസ് നിഷേധത്തിലേക്കും പിന്നെ ഖുർആൻ നിഷേധത്തിലേക്കും പിന്നീട് ഇസ്ലാമിന്റെ പുറത്തേക്കുള്ള യാത്രയായിരിക്കും അത് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചേകന്നൂരിന് പറ്റിയത് അതാണ്. ചേകന്നൂര് മുജാഹിദ് വിഭാഗത്തിന്റെ വലിയ പ്രഭാഷകനായി, ഖണ്ഡന പ്രഭാഷകനായി, സംവാദ മേഖലകളിൽ സജീവമായി. പക്ഷേ അങ്ങനെ വന്ന് ഇതൊന്നും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായി അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പടിയിറങ്ങി വളരെ എളുപ്പത്തിനു വേണ്ടിയിട്ട് ചേകന്നൂർ ആദ്യം പ്രഖ്യാപിച്ചു, എന്ത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാണെന്ന് പറഞ്ഞു. നഊദു ബില്ലാഹ്. എന്ന് പിന്നെ ഒരു ഹദീസ് സ്വീകരിക്കണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾ ജൂതനാണെന്ന് പറഞ്ഞു ചേകന്നൂര്. അങ്ങനെ പലതിനെയും പിന്നീട് നിഷേധിച്ചു. ആ ചേകന്നൂരിന്റെ കരിമ്പൂതങ്ങൾ ഇപ്പോഴും പല കോലത്തിലും വേഷങ്ങളിലും കടന്നു വന്ന് ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാലാനുസൃതമായി ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ, യൂറോപ്യൻ മോഡേണിസത്തിനനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിന്റെ ഉത്ഭവം ഇത്തരം മഹാന്മാരോടുള്ള ആദരവ് നഷ്ടപ്പെട്ടതിൽ നിന്ന് വരുന്നതാണ്. ഈ അടുത്ത് പരപ്പനങ്ങാടി ഭാഗത്ത് മുജാഹിദ് വിഭാഗത്തിന്റെ മർക്കസുദ് ദഅവയുടെയും വിസ്ഡം വിഭാഗത്തിന്റെയും ഖണ്ഡന പ്രഭാഷണങ്ങൾ ഇങ്ങനെ നടന്നു. ഈ ഖണ്ഡന പ്രഭാഷണങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ അതില് അവർ പരസ്പരം മറുപടി പറയാണ്. നമ്മൾ പറയുകയല്ല, മർക്കസുദ് ദഅവയെ കുറിച്ച് മുജാഹിദ് വിഭാഗത്തിലെ വിസ്ഡം വിഭാഗത്തിന്റെ നേതാവ് ഫൈസൽ മൗലവി പ്രസംഗിക്കുകയാണ്. എന്ത്? 3157ഓളം ഹദീസ് ഇവർ തള്ളിയിട്ടുണ്ട്. 12 കിതാബുകളിൽ നിന്ന്, 12 ഹദീസിന്റെ കിതാബുകളിൽ നിന്ന് 3157ഓളം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കണക്ക് അദ്ദേഹം പറഞ്ഞു. ഏതായാലും 3000ഓളം ഹദീസ് തള്ളിയിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ ഇങ്ങനെ വായിക്കാണ്. എന്ത്? സിഹിർ 33, കണ്ണേറ് 45, അല്ലെ? നമ്മൾ ഹോട്ടലിലൊക്കെ ചെന്നുണ്ടാവുമല്ലോ, പൊറാട്ട 12 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിയേക്കുമല്ലോ, അതേപോലെ എഴുതി വെച്ചിരിക്കണം. എന്ത്? സിഹറുമായി ബന്ധപ്പെട്ട് ഇത്ര ഹദീസ് നിഷേധിച്ചു, കണ്ണേറുമായി ബന്ധപ്പെട്ട് ഇത്ര ഹദീസ് നിഷേധിച്ചു. അതൊന്നും മനുഷ്യന്റെ പ്രകടമായ ബുദ്ധിക്ക് യോജിക്കണില്ല. എന്നിട്ട് അവസാനം ഇയാൾ ആകെ ടോട്ടല് 3157ഓളം ഹദീസ് നിഷേധിച്ചു. നഊദു ബില്ലാഹ്. എന്തിനെ കുറിച്ചായി പറയുന്നത്? നുബുവത്തിന്റെ സംസാരങ്ങളെ, മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളെ ഇങ്ങനെ തള്ളിക്കളയുന്ന വിഭാഗമായി ഇവിടെയുള്ള വഹാബി പ്രസ്ഥാനങ്ങൾ അവർ പരസ്പരം ആരോപിക്കുകയാണ്. നമ്മൾ ആരോപിക്കുന്നതല്ല, നമ്മളത് നേരത്തെ പറഞ്ഞതാണ്. ഇവരുടെ ഈ പിന്നീട് എത്തിപ്പെടാനിരിക്കുന്ന ദുരന്തപൂർണമായ അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാലങ്ങളായി ഇവിടെ പഠിപ്പിക്കുകയും പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് സമസ്തക്ക് ഇതിൽ അത്ഭുതമില്ല. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി അവർ പിഴച്ചവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിവിദൂരമല്ലാത്ത കാലഘട്ടത്തിൽ അവരുടെ വിഷലിപ്തമായ പിഴച്ച ആശയങ്ങൾ സമൂഹ മധ്യത്തിൽ വെളിവാവുകയും അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. 965 തബ്ലീഗ് ജമാഅത്തിനെതിരെ സമസ്ത തീരുമാനമെടുത്തപ്പോഴും അങ്ങനെയാണ്.
ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവർ പിഴച്ച കക്ഷികളാണെന്ന് അന്ന് പറഞ്ഞപ്പോ പലർക്കും സംശയം. കാരണം നീട്ടി വളർത്തിയ താടി, ചുണ്ടിൽ പുഞ്ചിരിയുമായി വശ്യമനോഹരമായ സംസാരവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആശയപ്രചാരണം നടത്തുന്ന ഇവരെ കുറിച്ച് മുബ്തദികളെന്നോ ഇവർ പിഴച്ചവരെന്നോ പറയാൻ പാടില്ല. സമസ്തയിൽ നിന്ന് ഒരു വിഭാഗം ഇറങ്ങിപ്പോകുന്ന സാഹചര്യം പോലും ഉണ്ടായി. പിന്നീട് അവരും പഠിച്ചു, അവരും തീരുമാനിച്ചു തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്ത എടുത്തത് ശരി തന്നെയാണെന്ന് പറഞ്ഞ് പിരിച്ചുവിടാൻ പോലും ആളില്ലാത്ത വിധം ആ സംഘടന ചരിത്രത്തിന്റെ ഭാഗമായതുപോലെ അന്ന് അവർ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ വാദമൊന്നുമില്ല, അത് നിങ്ങൾ ഉത്തരേന്ത്യയിലെ ഉറുദു പുസ്തകങ്ങളിൽ നിന്ന് പറയുന്നതല്ലേ. എന്നാൽ ഇന്ന് കേരളത്തിൽ തബ്ലീഗ് ജമാഅത്തിന്റെ പേരിൽ ഇറക്കപ്പെടുന്ന മലയാളത്തിലുള്ള പുസ്തകങ്ങളിൽ ഇവിടെയുള്ള വഹാബി പ്രസ്ഥാനങ്ങൾ എന്തൊക്കെ ആശയങ്ങളാണോ പഠിപ്പിക്കുന്നത് അതിനു സമാനമായ ആശയങ്ങൾ തബ്ലീഗ് ജമാഅത്തിന്റെ മലയാള പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. 965 ഇത്തരം വിഷലിപ്തമായ ആശയങ്ങൾ ഇവിടെ പ്രകടമാകുന്നതിന്റെ മുമ്പ് തന്നെ ഇവരെ കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവർ പിഴച്ചവരാണെന്ന് പറഞ്ഞപ്പോ കാലങ്ങൾക്കു ശേഷം ഇന്ന് നമുക്ക് പകൽ വെളിച്ചം പോലെ തബ്ലീഗ് ജമാഅത്ത് പിഴച്ചതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉഖറവിയായ ഉലമാക്കൾ മുശാവറ കൂടി ചെറുവിട പഠനങ്ങൾക്ക് വിധേയമാക്കി ഒരാളെ കുറിച്ച് അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ചരിത്രം കാലം ശരിവെക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അതിന് സമസ്തന്റെ മേലിൽ കുതിര കയറിയിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ ഓരോ കാലഘട്ടത്തിലെയും തലയെടുപ്പുള്ള മഹാന്മാരായ പണ്ഡിതന്മാരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ, മുശാവറ അംഗങ്ങൾ. അവർ കൂടിയാലോചിച്ചൊരു തീരുമാനമെടുക്കുമ്പോ ആ തീരുമാനത്തെ മറ്റെന്തോ ദുഷ്ടലാക്കുകൾ മനസ്സിൽ വിചാരിച്ച് മറ്റെന്തോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതല്ലെങ്കിൽ ദുർവാശി തീർക്കാൻ വേണ്ടി സമൂഹ മധ്യത്തിൽ ഇത്തരം ആളുകൾ സ്വയം പരിഹാസ്യരാവുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാക്കുകൾ മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോ ചിലപ്പോൾ എന്തിന് സമസ്ത അങ്ങനെ തീരുമാനമെടുത്തുമെന്നൊക്കെ തോന്നും. സമസ്ത എന്തിനാണ് ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നൊക്കെ തോന്നും. പക്ഷേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത് കാലം ശരിവെക്കുക തന്നെ ചെയ്യുമെന്ന് ഒരു നൂറ്റാണ്ടോളമുള്ള സമസ്തയുടെ ഇതപര്യന്തമുള്ള ചരിത്രങ്ങളെ പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കത് ബോധ്യപ്പെടുകയും നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ഇവിടെ സുന്നത്തു ജമാഅത്തിന്റെ പാരമ്പര്യം അത് മഹബ്ബത്തുള്ള, ആദരവുള്ള, മുൻഗാമികളോട് തഅളീമുള്ള ഒരു പാതയാണ്. അത് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ആദരിക്കുക, തഅളീം ചെയ്യുക എന്നത് നമ്മുടെ ഹൃദയത്തിന്റെ തഖ്വയാണ്. അല്ലാഹു ബഹുമാനിച്ചതിനോട് ആദരവുണ്ടാവുക എന്നത് ഖൽബിന്റെ തഖ്വയാണ്. എത്രത്തോളം വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് പതിഞ്ഞ ആ മണ്ണിനെ പോലും ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ദീനാണ്. എന്തേ ആ മണ്ണിന്റെ പ്രത്യേകത? അവിടെ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാന്റെ പദപങ്കജം പതിഞ്ഞു, കാലു പതിഞ്ഞു. അതിനെ ആദരിക്കണം. ഖിയാമത്ത് നാൾ വരെ വരുന്ന വിശ്വാസികളോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൽപ്പിച്ചത്, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ കൽപ്പിച്ചത് ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സ്വഫയും മർവയും അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളാണ്, ആദരിക്കപ്പെടണം. ഹജ്ജിനും ഉംറക്കും പോകുമ്പോ ആ മണ്ണിനെ ആദരിക്കണം. എന്തേ കാരണം? മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന്റെ പേരിൽ ആ മഹദിയുടെ കാലു പതിഞ്ഞ മണ്ണിനെ ഇലാ യൗമിൽ ഖിയാമ ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ദീനാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ. ആ ആദരവിനെ നഷ്ടപ്പെടുത്തി ആ മുൻഗാമികളോടുള്ള തഅളീമിനെ നഷ്ടപ്പെടുത്തുന്നവരാണ് ഇവിടെയുള്ള എല്ലാ പിഴച്ച കക്ഷികളും. അത് ഈമാൻ നഷ്ടപ്പെടുന്നതാണ്, തഖ്വ നഷ്ടപ്പെടുന്നതാണ്. തഖ്വ നഷ്ടപ്പെട്ടാൽ അവന്റെ അമലുകൾ കൊണ്ട് കാര്യമില്ല. ഈമാൻ പഴിച്ചു പോയിട്ട് എത്ര അമല് ചെയ്തിട്ട് എന്താ കാര്യം? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പഠിപ്പിച്ചത്, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അത്തിൻ സ്വലാത്തൻ വലാ സൗമൻ വലാ ഉംറത്തൻ വലാ സർഫൻ വലാ അദ്ല. ഒരു മുബ്തദിയിൽ നിന്ന് അവന്റെ നിസ്കാരം, അവന്റെ നോമ്പ്, അവന്റെ ഒരു സൽക്കർമ്മവും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബിൽ തഖ്വയില്ലാതെ പിന്നെ അല്ലാഹു സ്വീകരിക്കുകയില്ല അമലുകൾ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദരവില്ലാതെ പെരുമാറിയ ദുൽഖുവൈസിറത്തു തമീമി എന്ന് പറയുന്ന ആളെ കുറിച്ച് മുത്തുനബി എന്താ പറഞ്ഞത്? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അയാളുടെ വേഷവിധാനങ്ങളെ പറയുന്നുണ്ടല്ലോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വന്ന ആ ദുൽഖുവൈസുറത്തു തമീമി എന്ന ആ പിടച്ച മനുഷ്യന്റെ രൂപഭാവങ്ങളെ പറയുന്നുണ്ട്. ഗായിറുൽ ഐനൈനി നാതിഉൽ ജബ്ഹത്തി കസ്സുൽ ലിഹിയത്തി മഹ്ലൂഖുർ റഅസ്. രാത്രി ഇബാദത്ത് ചെയ്ത് ഉറക്കമൊഴിച്ചതിന്റെ പേരിൽ കണ്ണുകൾ കുഴിഞ്ഞുപോയ രൂപം, നീട്ടി വളർത്തിയ താടി, തലമുണ്ടനം ചെയ്ത് തലമൊട്ടയടിച്ച നല്ല ഈമാൻ സ്ഫുരിക്കുന്ന മുഖവുമായി വന്നിട്ടാണ് മുത്തുനബിയോട് ആദരവില്ലാതെ പെരുമാറിയത്. ആ മനുഷ്യൻ അവിടുന്ന് തിരിച്ചു പോയപ്പോ മുത്തുനബി എന്താ പറഞ്ഞത്? ഇത് ഇവനൊറ്റക്കല്ല, അവന് പിൻഗാമികളുണ്ട്. എന്താണ് ആ പിൻഗാമികളുടെ പ്രത്യേകത? ആ പിൻഗാമികളെ കുറിച്ച് മുത്തുനബി പഠിപ്പിച്ചത് എന്താ? യുസല്ലൂന, ഓല് നിസ്കരിക്കണോലാണ്. നമുക്ക് വലിയ പാടാണ്. ഒരു പിഴച്ച വിഭാഗത്തെ പറയുമ്പോ എങ്ങനെ പറയണം? ഒരു നിസ്കരിക്കാത്തോലാന്ന് പറയണം. പക്ഷെ മുത്തുനബി പറഞ്ഞെന്താ? യുസല്ലൂൻ, നിസ്കരിക്കണോലാണെന്ന് മാത്രമല്ല, അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരം നിസാരമായി തോന്നുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ അത്ര വലിയ നിസ്കാരക്കാരായിരിക്കും. വയഖറഊനൽ ഖുർആൻ, ഒരു ഖുർആനും നന്നായിട്ട് ഓതുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നം പറഞ്ഞു മുത്തുനബി, ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ആശയധാരങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങൂല. അതുകൊണ്ടാണ് ദുർവ്യാഖ്യാനം നടത്തുന്നത്. അത് കൽബിൽ കൊള്ളണില്ല, ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അപ്പോ മുഅ്ജിസത്തുകളൊന്നും ഇല്ലെങ്കിൽ ഖുർആൻ ഉഷാറായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥ വരുന്നത്. ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ആശയധാരകൾ താഴേക്ക് ഇറങ്ങണില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നിട്ട് അവരെ കുറിച്ച് മുത്തുനബി എന്താ പറഞ്ഞത്? യംറുഖൂന മിനദ്ദീനി കമാ യംറുഖുസ്സഹ്മു മിനർ റമിയാ. വേട്ടമൃഗത്തിന്റെ ശരീരത്തിലേക്ക് അമ്പെയ്ത് അത് വേട്ടമൃഗത്തിന്റെ ശരീരത്തിൽ തുളച്ച് പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ അവരല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ വേഷഭൂഷാദികളല്ല, ഖൽബിൽ ആദരവുണ്ടാകണം. മുത്തുനബിയോട് അനാദരവോടുകൂടെ പെരുമാറിയപ്പോഴാ ഈ രൂപത്തിൽ മുത്തുനബി പഠിപ്പിച്ചത്. ഖുർആനും പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്. നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ മുത്തുനബിയോട് ഉച്ചത്തിൽ സംസാരിക്കരുത്. ഖുർആന്റെ പ്രഖ്യാപനം. ചെയ്താലോ അൻ തഹ്ബത അഅമാലുക്കും, അമലാണ് പൊളിഞ്ഞു പോകും. അൻതും ലാ തശ്ഉറു, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആയതുകൊണ്ട് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന നമ്മുടെ ഈ സുദൃഢമായ ആശയം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ ഇവിടെ പ്രഘോഷണം ചെയ്യുന്നു, പ്രബോധനം ചെയ്യുന്നു. നമ്മൾ അതിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കണം. ഇത് കേവലം ഒരു സംഘടന മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നേർരൂപത്തെ പ്രഘോഷണം ചെയ്യുന്ന പ്രസ്ഥാനമാണ്. കേരളത്തിൽ ആയിരക്കണക്കിന് ജനാധിപത്യ സംഘടനകളെ പോലെയുള്ള ഒരു സംഘടനയല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. തീർത്തും അനിവാര്യമായ ഘട്ടത്തിൽ ഈ ഉമ്മത്തിന്റെ ഈമാനിനു കാവൽ നിൽക്കണമെന്ന ഉജ്ജ്വലമായ നല്ല നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ വരക്കൽ തങ്ങളും പാങ്ങിൽ ഉസ്താദും അബ്ദുൽ ബാരി ഉസ്താദ് അടക്കമുള്ള മഹാപണ്ഡിതന്മാർ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ രൂപീകരിച്ചത്. ലോകം മുഴുവൻ തുർക്കി ഖിലാഫത്തിന്റെ കീഴിൽ നിൽക്കുമ്പോ ആ തുർക്കി ഖിലാഫത്ത് തകർന്നപ്പോ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന് മാറ്റം സംഭവിക്കാതെ, കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന് കോട്ടം തട്ടാതെ, ഒരു തള്ളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ വെച്ച് സംരക്ഷിക്കുന്നത് പോലെ ഒരു വെല്ലുവിളിക്കും വിട്ടുകൊടുക്കാതെ, ഒരു പ്രതിസന്ധിക്കും വിട്ടുകൊടുക്കാതെ, ഒരു പ്രതിരോധത്തിനും വിട്ടുകൊടുക്കാതെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗത്തെ ഉമ്മത്തിന്റെ ഖൽബിൽ ഉറപ്പിച്ചു നിർത്തി സംരക്ഷിച്ചു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. നമ്മൾ അതിന്റെ പ്രവർത്തകരാവുക, അതിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കുക. സമസ്ത എന്താണോ പറയുന്നത് അതിന്റെ പിന്നിൽ, ആ പണ്ഡിതന്മാരുടെ പിന്നിൽ, മഹാനായ സയ്യിദുൽ ഉലമയുടെ പിന്നിൽ, മഹാനായ ശൈഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദിന്റെ പിന്നിൽ, മഹാന്മാരായ നമ്മുടെ നേതാക്കളുടെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിന്നുകൊണ്ട് ഇത് നമ്മുടെ ഈമാനിന്റെ പ്രശ്നമാണ്, അതല്ലാതെ ഭൗതികമായ ആരോടെങ്കിലുമുള്ള പ്രശ്നമല്ല, സംഘടനാ പ്രശ്നങ്ങളല്ല, മറിച്ച് നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടുക എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ലക്ഷ്യം. അല്ലാഹു ഇതിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ ഈ ദീർഘമായിട്ട് സംസാരിക്കണില്ല. നല്ല മഞ്ഞൊക്കെ ഉണ്ട്, ഇങ്ങനെ തണുപ്പൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ വളരെ പ്രൗഢമായ ഒരു വേദി ഇവിടെ സംഘടിപ്പിച്ച മക്കരപ്പറമ്പ് മേഖല SKSSF-ന്
ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, നല്ല സുദൃഢമായ ഒരു സദസ്സിനെ തന്നെ ഇവിടെ സംഘടിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തകരങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വലിയ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരുണ്ട്, ഇതിനുവേണ്ടി പല രൂപത്തിൽ സഹായിച്ചവരും, ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഈ സദസ്സിൽ ഇത്രയും സമയം ഇരുന്നവരുണ്ട്. റഹ്മാനും റഹീമുമായ റബ്ബേ, എല്ലാവർക്കും ദുനിയാവിലും അതിലേറെ ആഖിറത്തിലും ഖൈറായ പ്രതിഫലങ്ങൾ നീ നൽകണേ റഹ്മാനെ. എല്ലാ ആഫത്ത് മുസീബത്തുകൾ, അപകടങ്ങൾ, മാട്ടുമാരണങ്ങൾ, പൈശാചികതകൾ റബ്ബേ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങൾക്ക് മുൻഗാമികളായി വഴി കാണിച്ചു തന്ന ഞങ്ങളുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അറിവ് പഠിപ്പിച്ചത് ഗുരുജനങ്ങൾ, പലരും ഈ നാറടി മണ്ണുകളിലാണ്. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക്, ഞങ്ങളുടെ നേതാക്കൾക്കും ആലിമീക്കൾക്കും ഉസ്താദുമാർക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ റഹ്മാനെ. നിങ്ങളുടെയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.